അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നിങ്ങളോട് അസൂയയുള്ള ആളുകളുടെ 6 ലക്ഷണങ്ങളാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. മനുഷ്യ സഹജമായ വികാരങ്ങളിലൊന്നാണ് അസൂയ. ഒരാളുടെ വളർച്ചയിലോ നേട്ടങ്ങളിലോ സന്തോഷിക്കുന്നതിന് പകരം അത് തനിക്ക് ലഭിച്ചില്ലല്ലോ എന്നോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് അർഹതപ്പെട്ടതല്ല എന്ന ചിന്തയിൽ നിന്നാണ് അസൂയ ജനിക്കുന്നത്. പലപ്പോഴും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മുഖം മൂടി അണിഞ്ഞാണ് അസൂയ നമ്മുടെ മുന്നിലെത്തുക. നമ്മെ തളർത്താൻ ശ്രമിക്കുന്ന ഇത്തരം നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയേണ്ടത് നമ്മുടെ മാനസിക സമാധാനത്തിന് അത്യാവശ്യമാണ്. ഒരാൾക്ക് നിങ്ങളോട് അസൂയ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില പ്രധാനപ്പെട്ട അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ അടയാളം വ്യാജമായ പുകഴ്ത്തലാണ്. നിങ്ങളോട് അസൂയയുള്ളവർ മുഖത്തു നോക്കി അമിതമായി പുകഴ്ത്തുകയും എന്നാൽ നിങ്ങളവിടെ ഇല്ലാത്തപ്പോൾ നിങ്ങളെ പരിഹസിക്കുകയും ചെയ്യും. ഇവരുടെ പുകഴ്ത്തലുകളിൽ ആത്മാർത്ഥത കുറവായിരിക്കും. ഇനി രണ്ടാമത്തെ അടയാളം നിങ്ങളുടെ നേട്ടങ്ങളെ ചെറുതായി കാണുക എന്നതാണ്. നിങ്ങൾ വലിയൊരു നേട്ടം കൈവരിക്കുമ്പോൾ അത് വെറും ഭാഗ്യം കൊണ്ടാണെന്നോ അല്ലെങ്കിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ലെന്നോ വരുത്തി തീർക്കാൻ ഇക്കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തെ അംഗീകരിക്കാൻ ഇവർക്ക് വല്ലാത്ത മടിയായിരിക്കും. മൂന്നാമത്തെ അടയാളം അനുകരിക്കാൻ ശ്രമിക്കുക എന്നതാണ്. അസൂയയുടെ മറ്റൊരു മുഖമാണ് നിങ്ങളെ അനുകരിക്കുക എന്നത്. നിങ്ങളുടെ വസ്ത്രധാരണം, സംസാര ശൈലി അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന രീതി എന്നിവ രഹസ്യമായി അനുകരിക്കുകയും ചെയ്യും. നിങ്ങളെക്കാൾ മികച്ചത് താനാണെന്ന് തെളിയിക്കാനുള്ള ഒരു ശ്രമമാണിത്. ഇനി അഞ്ചാമത്തെ വിഭാഗം നിങ്ങളിലുള്ള വീഴ്ചകളിൽ സന്തോഷിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ സങ്കടം അഭിനയിക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അത് ആഘോഷിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ. ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്ന മനോഭാവം ഇവർ പ്രകടിപ്പിക്കും. ഇനി അഞ്ചാമത്തെ അടയാളം അനാവശ്യമായ മത്സരമാണ്. എല്ലാ കാര്യങ്ങളിലും നിങ്ങളുമായി ഒരു മത്സരത്തിന് ഇവർ വരും. നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങിയാൽ അതിനേക്കാൾ മികച്ചത് വാങ്ങാനോ, നിങ്ങളൊരു ജോലിയിൽ തിളങ്ങി നിൽക്കുകയാണെങ്കിൽ അതിനെ മറികടക്കാനോ ഇക്കൂട്ടർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇനി ആറാമത്തെ വിഭാഗമാണ് കുറ്റപ്പെടുത്തലുകൾ. നിങ്ങളുടെ വ്യക്തിത്വത്തെ മോശമായി ചിത്രീകരിക്കാൻ മറ്റുള്ളവരുടെ ഇടയിൽ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുക. ഇത് അസൂയയുള്ളവരുടെ സ്ഥിരം വിനോദമാണ്. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ ഉള്ളിലെ അസൂയ മാറ്റാൻ നമുക്ക് കഴിയില്ല. എന്നാൽ അത് തിരിച്ചറിഞ്ഞ് അവരിൽ നിന്നും ഒരു നിശ്ചിത അകലം പാലിക്കാൻ നമുക്ക് സാധിക്കും. അസൂയ പ്രകടിപ്പിക്കുന്നവരോട് ദേഷ്യപ്പെടുന്നതിന് പകരം അവരോട് സഹതാപം കാണിക്കുക. കാരണം അവർക്ക് നിങ്ങളെപ്പോലെ ആകാൻ കഴിയാത്തതിൻ്റെ നിരാശയാണ് അസൂയയായി പുറത്തു വരുന്നത്. ഇത്തരം നെഗറ്റീവ് ചിന്താഗതിക്കാരെ അവഗണിച്ച് സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് നാം ചെയ്യേണ്ടത്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.